ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ഒരു റോബോട്ട് ആണോ അതോ മനുഷ്യനാണോ എന്ന് പറയണം. അത് മത്സരാർത്ഥികൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മുമ്പോട്ട് വന്ന് നിന്ന് പറയണം എന്നതായിരുന്നു ടാസ്ക്. എന്റെ ഒരു അഭിപ്രായത്തില് അനീഷ്, നെവിന്, ഷാനവാസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് ചെയ്തു. ആര്യനെ നല്ലപോലെ പറഞ്ഞു, ആദില നല്ലപോലെ പറഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാസ്കിൽ സംസാരിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ രൂപം അതെന്തായിരിക്കും ഏതായിരിക്കും എന്ന് പറയണം. അതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. അത് എല്ലാ സീസണിലും കൊടുക്കുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ലാലേട്ടനാണ്. ഈ 100 ദിവസം ഈ ഒരു ഹൗസിനകത്ത് ലോക്ക്ഡ് ഇൻ ആയിട്ടിരിക്കുന്ന ഈ ഇത്രയും മത്സരാർത്ഥികൾക്ക് ഡയറക്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ്. അപ്പൊ അതായിരുന്നു ഇവർ പറയേണ്ടിയിരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ലാലേട്ടനാണ് ഇവരുമായിട്ടുള്ള ആകെയുള്ളൊരു കണക്ഷൻ, പുറം ലോകവുമായിട്ടുള്ള നേരിട്ടുള്ളൊരു കണക്ഷൻ. ഈ വന്ന ഗസ്റ്റുകളല്ലാതെ ഇവർക്ക് പുറം ലോകവുമായിട്ടുള്ളൊരു കണക്ഷൻ ലാലേട്ടൻ മാത്രമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലാലേട്ടനാണ് ബിഗ് ബോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലാലേട്ടന്റെ ഒരു രൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ലാലേട്ടൻ പറഞ്ഞിട്ട് ബിഗ് ബോസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ മുമ്പുള്ള സീസൺസിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ സീസണിൽ ആരും അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ലാലേട്ടനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. കാരണം ഗെയിം മാറ്റാനും തിരിക്കാനും പണി കൊടുക്കാനും എല്ലാം ലാലേട്ടനെ കൊണ്ട് പറ്റും. എല്ലാ അധികാരങ്ങളും ലാലേട്ടന്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ലാലേട്ടനെ വേണമെങ്കിൽ പറയാമായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.